എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി? അദ്ദേഹം കാഷ്ടിച്ച് വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു എനിക്ക് പോകാൻ കഴിയില്ല. ആ കാഷ്ടത്തെ പോലും പേടിക്കണം. കാരണം അതിന് പോലും തൗഹീദ് ഉണ്ടാവും. ആ അവിടത്തെ മെയിൻ പ്രശ്നം എന്താ? ഇബ്ലീസ് മൗലവി ഇവിടുത്തെ വിഷയം എന്താ? ഈ എന്തോ ചോദിക്കണതിന് മറുപടി അറിയില്ല. ഞങ്ങളെ പണി ഇവിടുത്തെ എന്തോ കൊളംബിയ ഉത്തരല്ലേ? കുടുങ്ങിയോ? കുഞ്ഞിരായും കൂടി കുടുങ്ങിയല്ലേ? ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണം. അതല്ല ഗണ്ണൻ എന്ന് പറഞ്ഞാല്. ഉത്തരം മുട്ടുമ്പജി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ നിൽക്കാച്ച എന്നാ പിന്നെ ജത്തിനെ ഇതിമ തൊട്ടത്. എന്നാ പിന്നെ ആദ്യം തന്നെ ഇതിന് മറുപടി പറയാൻ നിൽക്കണ്ടില്ലേനല്ലോ. ഇതാണല്ലോ വലിയ ഉഷാറില് ജീലി തങ്ങളുടെ കിതാബ് കൊണ്ടുവന്നിട്ട് അതിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുത്തസിഫും ബി സിഫാത്തിൽ ഖാലിഖിയ്യ സിഫത്ത് കൊണ്ട് മുത്തസിഫായതാണ് എന്നൊക്കെ പറഞ്ഞ് വായിച്ചില്ലേ? അപ്പോഴല്ലേ ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞത് ജീലി തങ്ങളുടെ കിതാബ് അതിന് ചില ഇസ്തിലാഹുകളുണ്ട്, അത് എവിടൊക്കെ വായിക്കണം, എങ്ങനെ വായിക്കണം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞില്ലേ? അപ്പോഴല്ലേ ഈ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബും കൊണ്ടുവന്നത്. ഇതില് ജീലി തങ്ങൾ പറഞ്ഞത് യൂസുഫ് നബ്ഹാനി തങ്ങള് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ഇസ്തിലാഹ് യൂസുഫ് നബ്ഹാനി തങ്ങൾക്ക് അറിയില്ലേനിയോ എന്ന് ചോദിച്ചു കണ്ടിച്ച് കൊണ്ടുവന്നില്ലേ? അപ്പൊ ഹാരിസ് മദനി ഉസ്താദ് വായിച്ചില്ലേ കിതാബ്? അതേ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബ് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അസീസ്, ജലീല് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും അസ്സ വജല്ല എന്നുള്ളത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞതാ. നമ്മൾ പറയല്ലേ ഖാലല്ലാഹു അസ്സ വജൽ. ആ അസ്സ വജല്ല എന്നുള്ളത് അത് അള്ളാഹുവിൽ മഖ്സൂസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അതിന്റെ മാന ഉണ്ടെങ്കിലും ശരി, അത് അള്ളാഹുവിൽ മഖ്സൂസാണ്. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറയുള്ളൂ? അസ്സ വജല്ല എന്ന് പറയുള്ളൂ. അല്ല റസൂലുള്ളാഹിന്റെ പേര് വെക്കുമ്പോൾ അസ്സ വജല്ല എന്ന് പറയില്ല. എന്നതുപോലെ അമ്പിയാക്കളുടെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലല്. അതേ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലൂല്ലല്ലോ. സംഭവത്തിൽ മാന നോക്കുമ്പം അവരെ പേരിലും അത് ചെല്ലാൻ പറ്റും. പക്ഷേ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയണേ അവിടെ അങ്ങനെ ചെല്ലാൻ പാടില്ല. അവിടെ നമ്മൾ തെർലിയത്താണ് ചെല്ലേണ്ടത്, അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ഖാലിഖിയത്ത്. അതും അതിൻ്റെ അവിടെ തന്നെ പേച്ചക്കണ് കോളാമ്പിക്ക്. ആ ഖാലിഖിയായ സിഫത്ത് കൊണ്ട് മുത്തസിഫാണെന്നാ പറഞ്ഞത്. ആ ഇസ്മി ഇത്ലാഖ് ചെയ്യാൻ പറ്റൂലേ? പടച്ചോനെ ഖാലിഖ് എന്ന് പറയാൻ പറ്റൂല എന്നുള്ള അത് വേറെ ചർച്ചയാണ്. ഏതായാലും ഞാൻ അതിലേക്ക് പോണില്ല. ഏതായിരുന്നാലും ഉത്തരം കുറിക്കാണ്ട് കൊണ്ടപ്പോ ഇപ്പം ചോദിച്ച ചോദ്യത്തിന് വേറെ മറുപടി ഇല്ല. അപ്പൊ പറയാ ഇജ്ജ് ചോദിച്ചതിനൊക്കെ മറുപടി വരാൻ ഉത്തരിക്കാം ഞാനേന്ന്. എന്താ കോളാമ്പി, ആദ്യം തന്നെ ഈ പരിപാടിക്ക് നിൽക്കേണ്ടിണ്ടായിനോ? എനിക്ക് ഏറ്റവും നല്ലത് ട്രൗസർ ഇട്ടുകാണ്ട് വേഗം തേങ്ങ ഉറച്ചാൽ നോക്കുക, അതാ നല്ലത്. ട്രൗസർ ഇടണം, അത് നിർബന്ധമാണ്. എന്നിട്ട് വേഗം കയറിക്കോ, തെങ്ങുമേ കയറിക്കോ തളപ്പെട്ടിയാണ്ട്, എന്നിട്ട് തേങ്ങ ഉറച്ചാൽ പോയിക്കോ നേരം നോക്കുമ്പോൾ, അതല്ലേ കിതാബില് ഉദ്ധരണിയാണ് വായിച്ചാണ്ട് ചോദ്യമാണ് ചോദിക്കുമ്പോ പിന്നെ ഇങ്ങനെ കടന്നു ഉരുളുക. കിതാബ് ഉദ്ധരിച്ചൊരുത്തൻ വന്നാൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. കിതാബ് ഉദ്ധരിച്ചു വരണം. ഒന്നിനും പറ്റാത്ത ചിലരുണ്ടാവും, ബൽഹും മളല്ല് എന്ന് പറയുന്നവർ. അത് ശരിയാണ്, അത് പറഞ്ഞ റെഡിയാണ്. ഉലായിക കല്ലനാമി ബൽഹും മളല്ല്. ആ ബൽഹും മളല്ല് പറഞ്ഞതിൽ പെട്ടതാണ് വട്ടൂരിയാളെ ഞങ്ങള്. അതുകൊണ്ടാണ് ഞങ്ങൾ ആലിമീങ്ങൾ അത് മെയിൻ ചെയ്യാത്തത്. ബൽഹും മളല്ല്, ഉലായിക കല്ലനാമി പോത്ത് എന്ന് പറഞ്ഞ പോരാ, ബൽഹും മളല്ല് കരിമ്പോത്താണോ അവര്? കരിമ്പോത്ത്. ആ കരിമ്പോത്തിൽ പെട്ടതാണ് ഗുരുവട്ടൂരിയാള്. അപ്പൊ അവരെ ചിലപ്പോൾ ആട്ടി ഓടിക്കേണ്ടി വരും. അതിന് ആലിമീങ്ങളൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് സാധാരണക്കാരായ ആൾക്കാർ ആട്ടി പായിപ്പിച്ചും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഓടിയൊരു നൃത്തം കിട്ടണില്ലല്ലോ. പല സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നൊക്കെ ആട്ടി വിടുകയല്ലേ. അതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ 5-6 മണിക്കൂർ പ്രസംഗിക്കും. അതിന് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് പാടാതെ അതാണ് പൊളിച്ച് കൈ കൊടുക്കും. ഇതാണ് ആട്ടി പായിപ്പിച്ച, കരിമ്പോത്തിന് ആട്ടി പായിപ്പിച്ചാറിന്. എവിടേക്ക് വരാൻ നോക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ പായിപ്പിച്ചും, ആട്ടി വിടും. എവിടെയും കയറാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ആട്ടി വിടും ആ കരിമ്പോത്തിനെ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. അതേ സമയത്ത് കരിമ്പോത്താകുമ്പോ അതിനെ വലിയ 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 ആൾക്കാരൊന്നും അതിനെ പായിപ്പിച്ചാൻ വേണ്ടി ആവശ്യമില്ല. ഈ സാധാരണക്കാരെ ആൾക്കാർ തന്നെ മതിയാവും. അതാണ് ഇപ്പൊ ഉലായിക്കല്ലനാമി ബൽഹും മളല്ലാണ് നിങ്ങള്. അതോടെ കട്ടെ. കിതാബുമായിട്ട് വന്നാൽ മറുപടി അറിയുന്ന പറഞ്ഞേ. കിതാബുമായിട്ട് വന്നിട്ട് എത്രത്തിന് മറുപടി പറഞ്ഞുവിടെ? എത്ര ഇപ്പം മറുപടി പറയാതെ പിന്നെ മാറ്റി വെച്ചുണ്ട്?
ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ് ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനെ ഹല്ല് എന്ന് പറഞ്ഞാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8-9 വർഷമായി ഇതുവരെ ഹല്ല് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ആസഫ് ബിൻ ബർഹിയ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ അവിടെ ദുആ ചെയ്തതിനെ സംബന്ധിച്ച് കിതാബ് ഡസക്കണക്കിന് കിതാബ് നമ്മളാണ്ട് വായിച്ചപ്പം മുസാവറ വായിക്കട്ടെ അപ്പം ഞാൻ മറുപടി പറയാന്ന്. എന്താ കിതാബ് പോയിട്ട് നമ്മൾ വന്നപ്പോൾ എന്തായാലും മറുപടി പറയാഞ്ഞ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകള് മടവൂർ ശൈഖുനാന്റെ മക്കാമിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിനെ പരിഹസിച്ചുകൊണ്ട് ഇഞ്ചി കിതാബ് തിരിയില്ലെന്നൊക്കെ ചോദിച്ചില്ലേ, പിന്നോട്ട് അടിച്ചുകൊണ്ടാണ് ഈ മക്ബറയിൽ ഇറങ്ങേണ്ടിയെന്നല്ല പറഞ്ഞ്. നമ്മൾ കിതാബ് ഡസക്കണക്കിനാണ് ഉദ്ധരിച്ചില്ലേ, പിന്നോട്ടടിച്ചിട്ടല്ല വരേണ്ടത്. ഏത് ഭാഗത്തേക്കാണോ നടക്കേണ്ടത് ആ ഭാഗത്തേക്ക് തന്നെ നടക്കണം. അവിടെ മക്കാമ് നമ്മളെ പിൻഭാഗത്താകുക ആകൂല നോക്കണ്ട എന്ന് ഇമാമിയങ്ങൾ കിതാബിൽ എത്ര സ്പഷ്ടമായിട്ട് പറഞ്ഞിച്ചാണ്. അതൊക്കെ നമ്മൾ ഇബാറത്ത് കൊണ്ട് വായിച്ചപ്പോൾ പിന്നെ അതിനെ പറ്റി മുണ്ടിയോ? മുസാവറ വായിച്ചിട്ട് അറിഞ്ഞെടുത്ത് അടിയപ്പിയില്ലേ. അങ്ങനെ എത്ര വിഷയങ്ങൾ കിതാബുമായിട്ട് വന്നാൽ നമ്മൾ മറുപടി അറിയുന്നത്. എവിടേക്ക് മറുപടി അറിയണ്ടേ? അതാ പറഞ്ഞേ, ഇച്ച് ഉത്തരം മുട്ടിയാ പിന്നെ അപ്പൊ ഇച്ച് മുസാവറ വേണ്ടി വരും എനിക്ക്. അല്ലെങ്കിൽ ഇച്ച് കാണാം വായിച്ച് എന്ത് വായിച്ചാലും ഇപ്പൊ നമ്മളൊക്കെ ഏതോ കിതാബ് വായിച്ചാല് എത്ര പ്രാവശ്യം വെച്ചാൽ അതിനും വേണ്ടിയിട്ട് ഗണനം നടത്തിന് നമ്മൾ റൂമ് കുത്തർന്ന് പറഞ്ഞതിന്. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് 4-5 വട്ടം ഇജ്ജ് സ്റ്റേജ് മേൽ പറഞ്ഞില്ലേ, ലാസ്റ്റ് പിന്നെ ഇജ്ജ് മൂടും തപ്പി പാഞ്ഞ് മലക്കം പറഞ്ഞാണ്ട്. അതുപോലെ അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവരുടെ ഫസല്ലൽ മാരിബ മുസ്തവിയൻ എന്ന് പറഞ്ഞു, ഫലം ഇഖ്റയിൽ ഫാത്തിഹത്ത മുസ്തവിയൻ എന്ന് പറഞ്ഞിടത്ത് മുസ്തവിയൻ കണ്ടപ്പോൾ നമ്മൾ പിടിച്ചില്ലേ. എന്നിട്ട് എത്ര വട്ടം മലക്കം പറഞ്ഞ് നമ്മളെ റൂമിൽ വെച്ച് പറഞ്ഞ നമ്മളെ ക്ലിപ്പിച്ച് സ്റ്റേജ് മേലിട്ട് മറുപടി പറയാൻ നോക്കിയില്ല കുറെ. അതുപോലെ എത്ര വിഷയങ്ങൾ ഇപ്പൊ പറയാ കിതാബായിട്ട് വന്നാൽ ഞങ്ങൾ മറുപടി പറയും. പക്ഷെ ഇവിടെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കിട്ടാത്തതായപ്പോൾ മുഷാവറ വായിക്കട്ടെ അപ്പം ഞാൻ പറയാമെന്ന്. ഇതല്ലേ കൊളംബിയൻ്റെ സ്വഭാവം. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ ഉടായ്പൊന്നും ഇവിടെ നടക്കൂല. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണം. കിട്ടാതാവുമ്പോൾ ഇങ്ങനെ ഉരുണ്ടി കളിച്ചാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ഒഴിവാക്കിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണിക്ക് പോകാൻ എനിക്ക് നല്ലത്. തളപ്പം കെട്ടിയാണ്ട് ട്രൗസർ വിട്ട് തെങ്ങുമേ കയറാൻ നോക്ക്. മഹമ്മദോ ആ അബ്ദുള്ളാന്റെ ആ കച്ചവടം നടത്തിയായിരുന്നു മഹമ്മദ്. ഓപ്പം എന്തേ നബിയായി? ഓനെങ്ങനെ വിവരമുണ്ടോ? ഓൻ വല്ല തൗറാത്തും പഠിച്ചണോ? തൗറാത്തും ഇഞ്ചിയിലും അള്ളാന്റെ കിതാബ് അവിടെ ഉണ്ടെന്ന്. എന്താ പാണ്ഡസമ്മത ഈ പറഞ്ഞോക്കെ? ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചപ്പോൾ ഈ പറഞ്ഞോക്കെ ഇതൊക്കെ വീരാണ്ടിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ് കേട്ടോ. അവന്മാരെ നമ്മൾ ചിന്തിക്കുക. അതാണല്ലോ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് എല്ലാവരും ജുമുഅ കഴിഞ്ഞാണ്ട് വരുമ്പം ഇവിടുന്ന് മൗലൂദ് ഓതിയാണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴല്ലേ തലകെട്ടി വെച്ച് ആ വീരാണ്ടിൻ്റെ അതേ സ്വഭാവമാണിത്. വീരാണ്ടിനെ പറ്റി നമ്മൾ ഇന്നലെ കേട്ടില്ല, അതിലെ ഗ്രൂപ്പിലാരും ഒട്ടിനിയല്ലോ. എന്താ വീരാണ്ടി പറയല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലേനോ? മുഹമ്മദ് ഇവിടെ വന്നിനി, മുഹമ്മദ് ഇന്നലെ ഇവിടെ ഇരുന്നിനിയെന്ന് റസൂലുള്ളാഹിനെ പറ്റി പറയണേ. അഊദു ബില്ലാഹ്. അതേ സ്വഭാവം അവിടുന്ന് പഠിച്ചതാണത് പാണ്ഡസമ്മത്. ഇനി മറ്റേ വീരാണ്ടിൻ്റെ സ്വഭാവം നേരത്തെ നമ്മളെ ഗ്രൂപ്പിൽ ഒന്നാണ്, എന്നാലും ഒന്ന് കേട്ടു നോക്കി ഞങ്ങൾ. നമ്മളെ നാട്ടുകാരും ഇവിടുന്ന് പോയതിൻ്റെ ശേഷം അങ്ങനെ അപ്പുറം കാണലുമില്ല. അപ്പോൾ അരീകോട് വെച്ച് കണ്ടപ്പോൾ പിന്നെ പുരയെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കയറി ഇരിക്കുന്നതിനോട് ആ കട്ടിൽമേൽ ഇരുന്നോ, അവിടെ മുഹമ്മദ് വന്ന് ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ മദീനത്തു നിന്ന് മുഹമ്മദ് വന്നിരുന്ന ഒരാളെ ഓൻ ഇരുന്ന കട്ടിലാണിത് കാരണം. അതോടുകൂടി എനിക്ക് സംഗതി മോശമാണല്ലോ എന്ന് തോന്നി. അങ്ങനെ ശരിക്കും ചായനൊന്നും പിന്നെ ഞാൻ കുടിച്ചാൽ നിന്നില്ല. എനിക്കത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി മനസ്സിൽ. ഞാൻ അവിടുന്ന് പോന്നു. കേട്ടില്ലേ വീരാണ്ടി ഇങ്ങനെയാണ് പറയല്. നമുക്ക് പറയാൻ തന്നെ പേടിയാണ്. വീരാണ്ടിൻ്റെ പറച്ചിലാണ്. എന്താണ് ഓൻ ഇവിടെ ഇരുന്നിനിയെന്നൊക്കെ സുൽത്താനെ പറ്റിയാണ് പറഞ്ഞ. ഓനെ ഈ പാണ്ഡസമ്മത് പറഞ്ഞിട്ടല്ല ഞങ്ങള്. എന്താ ചെയ്യാം, ഇത് പേച്ചുപോയ ആളുകളുടെ മുഴുവൻ സ്വഭാവമാണിത്. വാബികൾ പറഞ്ഞിട്ടില്ലേ, ഒരു വാബി മൗലവിന്റെ പ്രസംഗം കേട്ടില്ല ഞങ്ങള്? സുൽത്താനെ സംബന്ധിച്ച് പറഞ്ഞാണ്ട് മയമാക്കാന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഒരു വാബി മൗലവി. ഇതൊക്കെ പേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ്. ഈ കോലത്തിലാണ് ഇവരൊക്കെ. എന്താപ്പം ബലമച്ചായ്ക്കന്മാരും അടിത്തട്ടിൽ വളർന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നല്ലേ ഈ അമുക്കുന്നാൾ പ്രസംഗിച്ച്. പിന്നെ എന്താ ഓനെ മുഹമ്മദ് എന്ന് പറഞ്ഞതിന്? അല്ല ഓന്റെ മെശായിക്കിൻ്റെ താഴണത്. എന്തോ ഒരു കഷ്ടം.
നബി മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല, അന്ന് മൂസ നബിയായിരുന്നില്ല. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാഗുരുത്തം കെട്ട കുട്ടിയാണെന്നും ബാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് കാസറ്റിൽ തുടങ്ങി. കാസറ്റ് ഇത് മാത്രമല്ല അർത്ഥം. ഇത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യത. നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടമൊക്കെ ഉഷാറായ ഞങ്ങൾ എന്ത് പറയും? ഒരു കുട്ടി ജനിച്ച ദിവസം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും? ഈ ചെക്കൻ ഉണ്ടായതിന്റെ ശേഷമാണ് ഇതെല്ലാം പൊളിഞ്ഞത്. മറ്റോണ്ടായതിന്റെ ശേഷം കച്ചവടമൊക്കെ ഉഷാറായാലും ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, കായപ്പും ചായയും വാങ്ങിക്കൊടുക്കും, അല്ലെ? കായപ്പും ചായയും ഒക്കെ വാങ്ങിക്കൊടുക്കും. എന്താ, ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഹൈർ ഉണ്ടായത്. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ അദ്ദേഹവും മരിച്ചു. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂൽ അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല. അലൈഹി വസല്ലമയെ കുറിച്ച് അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് പറഞ്ഞു, അറബി പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക. പാഠം 3. മുജാഹിദ് മതത്തിലെ ആരാധനാലയങ്ങൾ. മുജാഹിദ് മതത്തിന്റെ ആരാധനാലയത്തിൽ ഇസ്ലാമേതര വിശ്വാസികളെപ്പോലെ സ്ത്രീകൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ കൂട്ടുപ്രാർത്ഥനയോ കുനൂത്തോ പാടില്ല. സ്ത്രീകൾക്ക് പള്ളി ഉത്തമം എന്നുള്ളതും ഖുത്ബന്റെ ഭാഷ അറബിയെ മാറ്റുന്നതും മയ്യിത്തിനരികിൽ ഓത്ത് ഖുർആൻ തെറ്റി ഒരു പത്രവായനയെങ്കിലോ അത് ഫസ്റ്റ് ജനാസ വഹിച്ച് കൊണ്ടുപോകും നേരം തുടങ്ങുന്നതാണവർ ഭൗതിക സംസാരം. ചൊല്ലുന്നതോ തഹ്ലീലതെങ്കിൽ കുറ്റമാ, നാവിന്റെയോർക്കൽ മാത്രമെങ്കിൽ പുണ്യമാ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ്. ജുമുഅക്ക് ഒറ്റ ബാങ്കുള്ള ഇവരുടെ പള്ളിയിലെ മആശിറ വിളി ഇങ്ങനെയാവാം. إذا صعد الخطيب على المنبر لا تكلم من أحدكم
വമൻ തകല്ലമ ഫഖദ് ലഗാ. ഇസ്ലാമിനോടും മുസ്ലിങ്ങളുടെ ഭാഷയായ അറബിയോടും വിരോധമുള്ള മുജാഹിദ് മതത്തിന്റെ ജുമുഅ ഖുതുബ ഇങ്ങനെയൊക്കെയാണ്. ദാമ്പത്യമാണല്ലോ ഇന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തതും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും നമുക്ക് സ്നേഹമില്ലാതെ പോകുന്നതും നമ്മൾ മറന്നുപോയി. നബിയുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേലക്കം പാട്ടല്ല, നമ്മൾ മറന്നുപോയി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെയും അടുത്ത് വിളിച്ചു. വാക്കുകൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ, പ്രവൃത്തി കൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയെ ഒരാൾ ഫോണിൽ വിളിച്ചു. അവനാരോ ആവട്ടെ, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ. എന്റെ പേരിൽ വളരെ ഒരു മ്ലേച്ഛമായ പ്രവൃത്തി അവളോട് വിളിച്ച് സംസാരിച്ചു. എനിക്കതിലൊന്നും വിഷമമുണ്ടായില്ല. 10 കൊല്ലം ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേലക്കം പാട്ടല്ല. ഇത് നിങ്ങളോട് പറയല്ല. ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു പോകുന്ന വേദനകൾക്ക് അറ്റമില്ല. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല, ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങിയ വാക്ക് പറഞ്ഞിട്ടല്ല. ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ കേട്ടോ. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ആരോടൊന്നും